വിദ്യാഭ്യാസം ഭാവി ജീവിതത്തിന്റെ പാസ്പോർട്ടാണെന്നും വിദ്യാഭ്യാസം പരിഷ്കൃത വ്യക്തിത്വങ്ങളെയും അതിലൂടെ പരിഷ്കൃത സമൂഹങ്ങളെയും രൂപപ്പെടുത്തണമെന്നും കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിലെ 2025-26 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോളേജ് മാനേജർ ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൂഞ്ഞാർ എം.എൽ.എ അഡ്വക്കേറ്റ് എം.ജെ. സെബാസ്റ്റ്യൻ, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിബി ജോസഫ്, കോളേജ് ബർസാർ ഫാദർ ബിജു കുന്നൈക്കാട്ട്, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ, IQAC കോർഡിനേറ്റർ ഡോക്ടർ സുമേഷ് ജോർജ് തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. വിശാഖപട്ടണം ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ നിന്നും ഇംഗ്ലീഷിൽ ഗവേഷണ ബിരുദം കരസ്ഥമാക്കിയ ഡോക്ടർ സിനി ജേക്കബിനെയും, കോളേജിൽ നിന്നും ഈ വർഷം റാങ്ക് നേട്ടം കരസ്ഥമാക്കിയവർ, എല്ലാ വിഷയത്തിനും A+ വിജയം നേടിയവർ തുടങ്ങി വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. അതേ വേദിയിൽ ഇന്ന് ഈ കോളേജിൽ 3 വർഷക്കാലം മുൻപ് കടന്നു വരികയും ഈ കലാലയത്തിന്റെ ജീവാംശവും ആത്മാംശവുമായി മാറുകയും ചെയ്ത ഏതാണ്ട് 300ഓളം പ്രതിഭാശാലികളായ വിദ്യാർത്ഥി ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഏറ്റവും അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിൽ ഒന്നാണ് ബിരുദദാന ചടങ്ങ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങളുടെ കഴിഞ്ഞ കുറേ വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഫലമാണ് നിങ്ങൾ ഇന്ന് ഏറ്റുവാങ്ങാൻ പോകുന്ന ഈ ബിരുദം. ഈ അവസരത്തിൽ പ്രിയമുള്ള മാതാപിതാക്കളെയും വിദ്യാർത്ഥികൾ ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവുമുണ്ട്. അച്ഛൻ സംസാരിച്ചതിനെ ഞാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ നിങ്ങളൊരു പുതിയ ഘട്ടത്തിലേക്ക് പോകുക. നമ്മൾ വന്ന ഒരു വഴിയുണ്ട്. പഠനത്തിൽ നിശ്ചയിക്കുന്നത് ഇവിടെ നിന്ന് പഠനത്തിൻ്റെ പഠിപ്പതിൽ നിന്ന് വേറെ പുതിയ ജീവിതത്തിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങുക. ആ സന്ദർഭത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് ചേരുവാൻ നിങ്ങൾ ചെയ്യേണ്ട കർത്തവ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക. നടത്തിയ ശ്രമത്തെ ഞാൻ സന്തോഷത്തോടുകൂടി എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. അച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാർഗരേഖയായി എടുക്കണം എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച് നമ്മൾ ബിരുദങ്ങളിൽ പുറത്തിറക്കുമ്പോൾ നമ്മൾ ട്രെയിൻഡ് സൊസൈറ്റിയുടെ മുമ്പിലെത്തുന്ന പരിഷ്കൃതനായ വ്യക്തിയെ നീക്കണം. അതിന് പ്രാപ്തമായ രൂപത്തിലുള്ള വിദ്യാഭ്യാസ ചര്യകൾ രൂപപ്പെടുത്തുന്നതിന് അറിയാം. സാധാരണഗതിയിൽ നമ്മൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തെ എല്ലാവരും പ്രോത്സാഹിക്കും. വിദ്യാഭ്യാസത്തിൻ്റെ വഴി എന്താണ് എന്ന് സ്വാഭാവികമായി നിങ്ങൾ ആലോചിക്കും. ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പാസ്പോർട്ടായിരിക്കുകയാണ്. ഈ പാസ്പോർട്ട് കൊണ്ട് നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് നിന്നുള്ള യാത്ര ചെയ്യാൻ പറ്റും. എത്ര വിപുലമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സഹായകരമായി നിങ്ങൾ ഈ ബിരുദം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ബിരുദങ്ങളിൽ നിങ്ങൾ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ ചെയ്യേണ്ട ഉത്തരവാദിത്ത ബോധത്തെ കുറിച്ചുകൂടി ഈ സന്ദർഭത്തിൽ ഓർക്കണമെന്ന് ഞാൻ വിനിയോഗം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രാൻസിഷൻ പോയിന്റാണ്. ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു മാർഗത്തിലേക്ക് പോകാം. വിപുലമായ ലോകത്തിൻ്റെ പരിച്ഛേദത്തിൽ പലർക്കും നിങ്ങൾക്ക് ചെന്നെത്താൻ കഴിയും. പക്ഷേ ഇവിടെ നിന്ന് കിട്ടിയ പാരമ്പര്യം ഒരിക്കലും മറക്കില്ല എന്ന് ഞാൻ കണക്കാക്കുകയും ചെയ്യാം. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നത് നമ്മളുടെ അറിവ് മാത്രമല്ല, അറിവിൻ്റെ വളർച്ച സ്വാഭാവികമായിട്ടും നല്ലതാണ്. ആ അറിവിൻ്റെ പല ഘട്ടങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ്
ഇൻഫർമേഷൻ ടെക്നോളജി വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ രംഗത്ത് പുതിയ അറിവുകൾ നിങ്ങളെ തെളിയിക്കുകയും ചെയ്യാം. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലാണ് നാം നിൽക്കുന്നത്. പഠിച്ച പാഠഭാഗങ്ങളിലകത്തു നിന്ന് വിപുലമായ മറ്റൊരു രംഗത്തേക്ക് നിങ്ങൾക്ക് പോകുവാൻ കഴിയും. അതിനുള്ള ക്ഷമാശക്തിയും അതിനുള്ള ആത്മധൈര്യവും നിങ്ങൾക്കുണ്ടാകും എന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. നമ്മുടെ ബഹുമാനായ ചന്ദ്രമുന്നേലച്ഛൻ വളരെ കൃത്യമായി, വളരെ സൂക്ഷ്മമായി, പ്രിസൈസായി, സംക്ഷിപ്തമായി നിങ്ങളുടെ ഭാവിയെക്കുറിച്ചിവിടെ വിവരിച്ചു. ഇതോടൊപ്പം ബഹുമാനായ നമ്മുടെ തിരുവഞ്ചൂർ സാറും ആധുനിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് വളരെ സൂക്ഷ്മതയോടെ സംസാരിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലോകം പൂർണ്ണമായി മാറുന്നു എന്നുള്ളതാണ്. ആ മാറ്റത്തിൻ്റെ തുടക്കം 5 വർഷമായിരുന്നു. കാരണം ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, വിദ്യാർത്ഥികളായ നിങ്ങൾ ജോലിയിലാണെങ്കിലും മറ്റ് സ്വന്തം പരിപാടികളിലാണെങ്കിലും നിരന്തരമായ പഠനങ്ങളില്ലെങ്കിൽ മുമ്പോട്ടുള്ള നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഡേറ്റ സയൻസിൻ്റെയും കോറിലേഷനിലൂടെ ലോകത്തിൻ്റെ മുഖച്ഛായ പൂർണ്ണമായി മാറും. കാരണം ഇതൊരു ഇൻ്റലക്ച്വൽ വാറാണ്, ഒരു ടെക്നോളജിക്കൽ വാറാണ്.